നോമ്പിനപ്പുറത്തേക്ക് വളരണമെന്ന് ആഗ്രഹിക്കുന്നവർ, ചിലർക്കിപ്പോ ആ ട്രഡീഷണൽ നോമ്പ് എടുക്കാൻ പറ്റുന്ന സാഹചര്യമായിരിക്കത്തില്ല നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ വീട്ടിലുമൊക്കെ. അങ്ങനെയുള്ളവര് മറ്റു നോമ്പ് ശൈലികളിലേക്ക് കൂടെ നിങ്ങളെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഉദാഹരണത്തിന് കുറച്ചുകൂടെ സ്പിരിച്വൽ റെലവന്റ് ആയിട്ടുള്ള ഒന്ന്, ഞാൻ ഗോസിപ്പുകളിൽ നിന്ന് 50 ദിവസം മാറി നിൽക്കും. എന്റെ വായിൽ നിന്ന് പരദൂഷണം വീടില്ല എന്ന് മാത്രമല്ല, അത്തരം സംസാരത്തിന്റെ ഇടങ്ങളിൽ നിന്ന് ഞാൻ മാറിക്കളയും. നല്ല ഒരു നോമ്പാണ്, നിങ്ങളുടെ വിശുദ്ധിയെ ഉയർത്തുന്ന നോമ്പാണത്. നെഗറ്റീവ് സ്പീച്ച്, അനാവശ്യ വർത്തമാനങ്ങളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും. ദേഷ്യത്തിൽ നിന്ന്, അനാവശ്യ ദേഷ്യത്തിൽ നിന്ന്, ആങ്കർ ആൻഡ് ഹാർഷ് വേർഡ്സ്, അത്ര ബിക്കമിങ് അല്ലാത്ത വാക്കുകൾ, നല്ലതല്ലാത്ത വാക്കുകൾ എന്റെ നാവിൽ നിന്ന് ഈ 50 ദിവസം വീഴില്ല. നോമ്പെടുക്കുകയാണ്. ചില വാക്കുകൾക്ക് നോമ്പെടുക്കാം, പ്രപ്പോർഷനേറ്റ് അല്ലാത്ത കോപത്തിന് നോമ്പെടുക്കാം. അപ്പോ ഈ ഭക്ഷണം പാഴാക്കുന്നത് നമുക്ക് നോമ്പെടുക്കാവുന്ന ശൈലികളാണ്. ഞാൻ ഭക്ഷണം പാഴാക്കൽ, ചിലരൊക്കെ ഇന്ന് വളരെ ഇൻഡിഫറന്റ് ആയിട്ടാണ് ഭക്ഷണമൊക്കെ നിസ്സംഗതയോടെ, ഒരു നിർവികാരതയോടെ ഭക്ഷണം പാഴാക്കി കളയുന്നവരുണ്ട്. ഐ വോണ്ട് വേസ്റ്റ് ഫുഡ് ആൻഡ് വാട്ടർ. ഭക്ഷണവും വെള്ളവും ഞാൻ പാഴാക്കില്ലെന്ന് തീരുമാനമെടുക്കാം. സൈലന്റ് പ്രയറിലേക്ക് മാറാം. കുറെ കൂടി നിശബ്ദ പ്രാർത്ഥനയുടെ ശൈലി ഈ നോമ്പ് കാലത്ത് പഠിക്കാൻ കഴിവതും ശ്രമിക്കണം.